എസ് വിഷൻ ബ്ലോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ കിളിപോയൊരവസ്ഥയാണ് സത്യത്തിൽ ഇന്ന് നമ്മൾ കണ്ടുവരുന്നത്. ഇറാൻ്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമേനിയെ 4 മാസങ്ങൾക്കപ്പുറം അമേരിക്കയുടെ മിസൈൽ ആക്രമണത്തിൽ ക്രൂരമായി വധിച്ച് 4 മാസത്തിന് ശേഷം ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മയ്യത്ത് ഭൗതിക ശരീരം ഖബറടക്കിയ ശേഷം ഈ ജനാവലിയുടെ സാന്നിധ്യം കണ്ട് വിറളി പൂണ്ട ഡൊണാൾഡ് ട്രംപ് ദിവസങ്ങളായി ഇറാൻ്റെ തെരുവോരങ്ങളിൽ നിരന്തരമായ മിസൈൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള തുറമുഖ നഗരങ്ങളിലും ദ്വീപുകളിലും അതോടൊപ്പം തന്നെ എണ്ണ സംഭരണ കേന്ദ്രങ്ങളിലും ശുദ്ധീകരണ കേന്ദ്രങ്ങളിലും വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രങ്ങളിലും റോഡുകളിലും പാലങ്ങളിൽ പോലും ക്രൂരമായ മിസൈൽ ആക്രമണങ്ങൾ നടത്തി പൊതുജനങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ പോലും മൃഗീയമായ മിസൈൽ വർഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ കിളി പോയി എന്ന് പറയുന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല. ഹോർമൂസ് കടൽച്ചാല് കപ്പൽ പാത തുറന്നു കിട്ടാൻ അതിൻ്റെ നിയന്ത്രണം ഒഴിവാകാൻ വേണ്ടിയാണ് ഈ 4 ദിവസങ്ങളിലായി ഇത്രയും മൃഗീയമായ മിസൈൽ ആക്രമണങ്ങൾ ഇറാനിൽ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ സുന്ദരമായി സുഖകരമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു പ്രയാസവും തടസ്സവും ഇല്ലായിരുന്ന ഹോർമൂസ് അമേരിക്ക തന്നെ റെജീം ചേഞ്ച് ആവശ്യപ്പെട്ടുകൊണ്ട് യുദ്ധം ചെയ്ത് അതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോൾ ആ നിയന്ത്രണം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള യുദ്ധമാണ്, അല്ലെങ്കിൽ ക്രൂരമായ പൊതുജനങ്ങളെ പോലും കൊന്നൊടുക്കുന്ന, കുട്ടികളെ പോലും കൊന്നൊടുക്കുന്ന ഒരു മിസൈൽ ആക്രമണമാണ് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ അദ്ദേഹം ഇപ്പം പറയുന്നത്, ഞങ്ങൾ സുരക്ഷിതമായി ഹോർമൂസിൻ്റെ ചാലുകളിലൂടെ കപ്പലുകൾ കടന്നു പോകുന്നതിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും. ലോകരാഷ്ട്രങ്ങൾ, അതിലൂടെ കപ്പൽ പോകുന്ന ആ കപ്പലിൻ്റെ ഉടമകളായിട്ടുള്ള രാഷ്ട്രങ്ങൾ 20% ഫീസ് ഞങ്ങൾക്ക് തരണമെന്നാണ്. അദ്ദേഹത്തിന് യാതൊരുവിധ ഒരു അന്തം കമ്മി എന്നൊക്കെ പറയുന്നത് പോലെ അദ്ദേഹത്തിന് പ്രായാധിക്യം കൊണ്ടോ മറ്റോ അദ്ദേഹത്തിൻ്റെ മാനസിക നില തന്നെ തെറ്റിപ്പോയി. അദ്ദേഹം പറയുന്നത് ഇങ്ങനെ നായികക്ക് 40 വട്ടം മാറ്റി പറയുകയാണ്. കപ്പൽ കടന്നു പോകുമ്പോൾ 20% ഫീസ് തന്നാൽ ഞങ്ങൾ സുരക്ഷിതമായി കപ്പൽ കടത്തിത്തരാമെന്ന് പറയുമ്പോൾ പറഞ്ഞു നാവ് അങ്ങോട്ട് തൊള്ളയിലേക്ക് വെക്കുന്നതിന് മുമ്പേ വീണ്ടും അദ്ദേഹം പറയുന്നു, അതിൻ്റെ ആവശ്യമില്ല, നിങ്ങളുടെ സമ്പത്ത് അമേരിക്കയിൽ മുതൽ മുടക്കിയാൽ മതി. അങ്ങനെ മുതൽ മുടക്കുന്ന എല്ലാ രാഷ്ട്രങ്ങൾക്കും സമ്പൂർണമായ സുരക്ഷിതത്വം ഞാൻ നൽകും. അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ ഇറാനിൽ ക്രൂരമായ അക്രമങ്ങൾ അയച്ചുവിടുന്നത് എന്നാണ് ലോകരാഷ്ട്രങ്ങളോട് പറയുന്നത്. സത്യത്തിൽ ലോകരാഷ്ട്രങ്ങളൊക്കെ ഈ അമേരിക്ക എന്ന് പറയുന്ന ലോക പോലീസിനെ പേടിച്ചിട്ട് ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നതിൻ്റെ ഔചിത്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങളായ അറബ് രാഷ്ട്രങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമായ അവസ്ഥയിലാണ്. നേരിട്ട് അമേരിക്കയിലേക്ക് ഇറാൻ ആക്രമണം നടത്താൻ പറ്റാത്തത് കൊണ്ട് ഇറാൻ സത്യത്തിൽ ചെയ്യുന്നത് ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ അമേരിക്കയ്ക്ക് വേണ്ടി സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. ഒമാനിലാകട്ടെ, UAE-യിലാവട്ടെ, സൗദി അറേബ്യയിലാകട്ടെ, ഖത്തറിലാവട്ടെ, ഈ രാഷ്ട്രങ്ങളിലൊക്കെ ഈ തെമ്മാടിത്ത രാഷ്ട്രമായ അമേരിക്കയ്ക്ക് വേണ്ടി ഇങ്ങനെ നിർലോഭം ജനങ്ങളെ കൊന്നൊടുക്കുന്നതിന് വേണ്ടിയുള്ള സഹായങ്ങൾ അവർ ചെയ്തു കൊടുത്തപ്പോൾ അമേരിക്കയുടെ യുദ്ധബേസുകളെ, സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കുമ്പോൾ അതിൽ പാവപ്പെട്ട സിവിലിയന്മാരും അവിടെയുള്ള പ്രവാസികളായ ആളുകളൊക്കെ ഉൾപ്പെട്ടു പോകുന്ന അതിദയനീയമായ അവസ്ഥയാണ്. എന്തുകൊണ്ടാണ് ഈ അറബ് രാഷ്ട്രങ്ങൾ അമേരിക്ക എന്ന് പറയുന്ന ലോകതമ്മാടിത്തം കാണിക്കുന്ന ഈ സംവിധാനത്തെ, ഈ ഭരണകൂടത്തെ നിലക്ക് നിർത്തുന്നതിന് വേണ്ടി ഞങ്ങളുടെ നാട്ടിൽ നിന്നും നിങ്ങളിങ്ങനെ തോന്നിവാസം കാണിക്കുകയാണെങ്കിൽ ഈ വേസുകളൊക്കെ മാറ്റിക്കൊണ്ട് ഞങ്ങൾക്ക് സ്വൈര്യജീവിതം തരുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കിത്തരണം എന്ന് പറയുന്നതിന് പകരം കോടിക്കണക്കിന് രൂപ അവിടെ അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ പ്രചോദിപ്പിക്കുന്നതിൻ്റെ ന്യായം എന്താണ് എന്ന് ഇപ്പോൾ മനസ്സിലാവുന്നില്ല. ഇത് അവിടെയുള്ള പാവങ്ങളായ സാധാരണക്കാരായ സിവിലിയൻ ജനങ്ങളെയും പ്രവാസികളെയും ഒക്കെ നേരിട്ട് അവിടെയുള്ള ഭരണകൂടങ്ങൾ തന്നെ കൊന്നൊടുക്കുന്നതിന്, അല്ലെങ്കിൽ അവരുടെ സ്വൈര്യജീവിതം ഇല്ലാതാക്കുന്നതിന് അമേരിക്കക്ക് സഹായകരമായ ഒരവസ്ഥയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്.
ഇറാന്റെ മുമ്പിൽ മറ്റൊരു പോംവഴിയില്ലാതെയാണ് അവർ പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങളിലെ അമേരിക്കൻ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നത്. അവർക്ക് മറ്റൊരു നിർവാഹമില്ല. റെജീം ചേഞ്ചിന് വേണ്ടി നിലകൊണ്ട അമേരിക്കക്ക്, അതിനുവേണ്ടി യുദ്ധം ചെയ്ത അമേരിക്കക്ക് ദശലക്ഷക്കണക്കിന് ആളുകൾ റോഡിൽ ഇറങ്ങിക്കൊണ്ട് ഈ ഒരു തരത്തിലുള്ള അമേരിക്കക്ക് ഭീഷണി ഉയർത്തിക്കൊണ്ട് റെജീം ചേഞ്ച് നടക്കില്ല എന്ന് ബോധ്യമായപ്പോൾ ഇറാനെ നശിപ്പിക്കാനുള്ള മറ്റൊരു പദ്ധതിയുമായാണ് അവർ മുന്നോട്ട് വരുന്നത് എന്ന് ചിന്തിക്കാനുള്ള തലച്ചോറ് ഈ അറബ് രാഷ്ട്രങ്ങൾക്ക് ഇല്ലാതെ പോകുന്നതിലെ സങ്കടം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഹൂത്തികൾ ഉൾപ്പെടെയുള്ള ആളുകൾ സൗദി അറേബ്യയിലേക്ക് നേരിട്ട് മിസൈൽ ആക്രമണം ആരംഭിച്ചു കഴിഞ്ഞു. പ്രാദേശികമായിട്ടുള്ള സായുധരായിട്ടുള്ള ആളുകൾ പോലും അവിടെ അക്രമങ്ങൾ അയച്ചുവിടാൻ തുടങ്ങി. കാരണം എന്താണ്, ഈ സാധാരണ സമൂഹത്തിന് മുമ്പിൽ ഈ അമേരിക്ക എന്ന് പറയുന്ന ലോക പോലീസിനെ നിലക്ക് നിർത്തുന്നതിന് വേണ്ടി അവർ കൃത്യമായ പ്രവർത്തനം നടത്താതെ വരുമ്പോൾ അവർ ആ അവസ്ഥയിലേക്ക് നിർബന്ധിതരാക്കുക എന്നുള്ള യുദ്ധതന്ത്രത്തിന്റെ ഭാഗമായാണ് ഇറാനാണെങ്കിലും ഹൂത്തികളാണെങ്കിലും ഈ ഹിസ്ബുല്ലയാണെങ്കിൽ പോലും അവരാക്രമിക്കുമ്പോൾ ഈ രാഷ്ട്രങ്ങളുടെ തന്നെ പിടിപ്പുകേടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇസ്രായേൽ ഇപ്പോൾ മാറി നിൽക്കുകയാണ്. ഇസ്രായേൽ ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ആ തെരഞ്ഞെടുപ്പിൽ നെതന്യാഹു പരാജയപ്പെടും എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് പോലും രണ്ടഭിപ്രായമില്ല. അദ്ദേഹം ഇപ്പോൾ ഈ ഇസ്രായേലിലെ പ്രതിപക്ഷത്തോടും മറ്റ് ഭരണ സംവിധാനത്തോടും മറ്റ് കേന്ദ്രങ്ങളിലോടൊക്കെ പറയുന്നത് ഞങ്ങളുടെ കുടുംബത്തിന് 5 വർഷം ഞങ്ങൾക്ക് സുരക്ഷ ഒരുക്കി തരണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വമ്പിച്ച രൂപത്തിൽ പ്രതിപക്ഷം ഭരണത്തിലേക്ക് വരികയും ഈ യുദ്ധങ്ങളെ വിചാരണ ചെയ്യപ്പെടുകയും അങ്ങനെ യുദ്ധങ്ങളെ വിചാരണ ചെയ്യപ്പെട്ട് സാമ്പത്തികമായും സാമൂഹികമായും വ്യാവസായികമായും വളരെ മുന്നിൽ നിന്ന ഇസ്രായേലിനെ പിന്നോക്കമടിപ്പിച്ച ഈ നെതന്യാഹുവിനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് ഇനി വരുന്ന ഭരണകക്ഷി ആഗ്രഹിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അമേരിക്കക്കും ട്രംപിന് പോലും ഭീഷണിയായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അവർക്ക് സുരക്ഷ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഓടി നടക്കുന്ന ഒരവസ്ഥയിലാണ് നെതന്യാഹു ഉള്ളത്. ആയത്തുള്ള അലി ഖമേനിയുടെ പുത്രനായ മുജ്തബ അലി ഖമേനി, പരമോന്നത നേതാവ് മുജ്തബ അലി ഖമേനി പൊതുരംഗത്തൊന്നും വന്നിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹം അസദിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എൻ്റെ പിതാവിനെ കൊല്ലാൻ ഇല്ലായ്മ ചെയ്യാൻ പ്രവർത്തിച്ച ആരൊക്കെയുണ്ടോ, അത് ട്രംപായിരുന്നാലും നെതന്യാഹു ആയിരുന്നാലും ആരായിരുന്നാലും അവരെ ഞാൻ കൊല്ലുക തന്നെ ചെയ്യും, അവരെ നശിപ്പിക്കുക തന്നെ ചെയ്യും എന്നുള്ള പ്രതിജ്ഞ മുജ്തബ അലി ഖമേനി പറഞ്ഞതോടുകൂടി വിറളി കൊണ്ടിരിക്കുന്ന ട്രംപും നെതന്യാഹുവും ഒക്കെ ഇറാൻ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയും അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുമുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഈ അറബ് രാഷ്ട്രങ്ങളൊക്കെ ഇങ്ങനെയുള്ള പിന്തുണ നൽകുന്നതിൽ ലജ്ജിക്കേണ്ടതല്ലേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ആശയങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞ് എൻ്റെ ഈ വീഡിയോ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.